മകൻ്റെ കാര്യം അല്ലെങ്കിൽ മകളുടെ കാര്യം, മകനെ മകളെ സ്നേഹിക്കാൻ ഒരു പരിധിയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ കൂടുതൽ എപ്പോഴും അവരെ പറ്റി തന്നെ ആലോചിച്ചിട്ട് അവരിൽ നിന്നൊരു മോശമായ പ്രതികരണം നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ വേദനയിലേക്ക് പോകും, അല്ലേ? ഇതിപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഒരു സങ്കല്പം കാണില്ല ഒരു പിതാവ് നിലയിൽ മകനെക്കുറിച്ച് മകളെക്കുറിച്ചൊക്കെ അതൊക്കെ ഉണ്ടാവില്ല. ഞാൻ ചോദിക്കാം, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ജീവിത ശൈലി ഉണ്ടാകട്ടെ, അവരുടെ ബുദ്ധിയിൽ നിന്ന് അവർ കണ്ടുപിടിക്കട്ടെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നമുക്ക് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റും, അല്ലേ? ഇന്നത് പഠിക്കാൻ പറ്റും. ലാലൊന്നും മകനെക്കുറിച്ച് ഞാൻ സ്വപ്നം മാത്രം കണ്ടാൽ മതിയോ? അല്ല, എന്നാലും എന്റെ മകൻ അല്ല, ഞാൻ ചോദിക്കല്ല ലാൽ, അതായത് എന്റെ മകൻ ഒരു ആക്ടർ ആകട്ടെ, ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. എന്റെ ഇഷ്ടമല്ലല്ലോ, അവരുടെ ഇഷ്ടത്തിനാണ് ഞാൻ തൂക്കം കൊടുക്കുന്നത്. ചിലപ്പോൾ ഒന്ന് സ്വാധീനിക്കാൻ ശ്രമിക്കും. യു ആർ ദ ഡിസൈഡിങ് ഫാക്ടർ ഓഫ് യുവർ ലൈഫ്, അല്ലേ? ബ്രിട്ടാസിന് സ്വന്തമായിട്ട് ഒന്നാമത് ആ ഒരു ഏജിൽ അവർക്ക് നമ്മൾ പറയുന്നതോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. എൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുകയല്ല, അവരുടെ ബുദ്ധിയിൽ നിന്ന് അവർ കണ്ടുപിടിക്കട്ടെ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ അവരുടെ സ്നേഹമില്ല എന്നല്ല, പക്ഷേ എനിക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ട്, പക്ഷേ അതൊരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻ്റാണ്.